ഹായ് എവരി വൺ, സ്പെസിയ കിച്ചൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്തുന്ന രുചിയേറുന്നൊരു ചമ്മന്തിയാണ്. ഞാൻ ഈ ചമ്മന്തിക്കിട്ടുള്ള പേരാണ് കൊമിറ്റോ ചട്നി. കാരണം മെയിനായിട്ട് ഇതിൽ ചേർക്കുന്നത് കോക്കനട്ട്, മിൻറ്റ്, ടൊമാറ്റോയും കൂടി മിക്സ് ചെയ്താണ് ഈ ചട്നി തയ്യാറാക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൾ ഇൻ വൺ ചട്നിയാണ്. ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, ചോറ്, അതേപോലെ മന്തി റൈസ്, കബ്സ റൈസ്, ബിരിയാണി റൈസ്, ഇതിൻ്റെ കൂടെയൊക്കെ ചേർത്ത് കഴിക്കാവുന്ന ഒരടിപൊളി ചട്നിയാണ്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ അറിയിക്കുക, മാക്സിമം ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ നോക്കാം. ചെറിയ ജീരകം 1/2 ടേബിൾ സ്പൂൺ, ചെറിയ ഉള്ളി 8, 1 ഇഞ്ചി നീളത്തിൽ ഒരു ചെറിയ ഇഞ്ചി കഷ്ണം, 8 വറ്റൽമുളക്, കുറച്ചധികം പുതിന, അത്ര തന്നെ തേങ്ങ ചിരവിയതും, 2 വലിയ ടൊമാറ്റോ, മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, കുറച്ച് കായം, ഉപ്പ് പാകത്തിന്. ഇനി ഇത് താളിക്കുന്നതിന് വേണ്ടിയിട്ട് 1/4 ടേബിൾ സ്പൂൺ കടുക്, 1/4 ടേബിൾ സ്പൂൺ ഉലുവ, 2 വറ്റൽമുളക്, കുറച്ചധികം വേപ്പില. ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക, ഇഞ്ചിയും അതേപോലെ തന്നെ ചെറിയ ഉള്ളി. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുപ്പ് കത്തിക്കുക, ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ജീരകം ആഡ് ചെയ്യുക, ഒന്ന് ചെറുതായി ഇളക്കുക. അതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക, ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കരിഞ്ഞു പോരുത്. അപ്പോൾ അതുകൊണ്ട് തീ ചെറിയ ഫ്ലെയിമിലാക്കി വെക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പുതിന ചേർത്ത് കൊടുക്കുക. അതിനൊപ്പം തന്നെ നമുക്ക് തേങ്ങ ചിരവിയതും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം അരിഞ്ഞു വെച്ച തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 1-2 മിനിറ്റ് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് കായം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് ഒന്ന് ചെയ്യാൻ പാടുള്ളൂ. ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി മിക്സ് ചെയ്യുക. എന്നിട്ട് അതിനുശേഷം ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക, ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കുക. ഇനി നമുക്ക് ഇതൊരു ഗ്രൈൻഡറിലേക്ക് മാറ്റാം. ഇത് ഗ്രൈൻഡറിലേക്ക് മാറ്റിയതിന് ശേഷം ഒന്ന് ചൂടാറാൻ അനുവദിക്കുക. അതിനുശേഷം നന്നായി അരച്ചെടുക്കണം. ഇത് ശരിക്കും പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കണം, എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഒരു ഫ്രൈ പാൻ വെക്കുക. ചൂടായി കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക. കടുകെല്ലാം പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കണം.
ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ആഡ് ചെയ്യാം. ഒപ്പം തന്നെ വേപ്പില ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി ഒന്ന് ചെറിയ ചൂട് ആയി വരുമ്പോൾ എടുത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചമ്മന്തിയിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ കൊമിറ്റോ ചട്നി തയ്യാറായിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ ഭംഗിയുണ്ട്. ഈ കാണുന്ന പോലെ തന്നെയാണ് ഭയങ്കര ടേസ്റ്റിയാണത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ഷെയർ ചെയ്യണം എല്ലാവർക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തൊരു ഉഗ്രം റെസിപ്പിയുമായി വരുന്നവരെ കീപ് വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു ടു ഓൾ മൈ ഫ്രണ്ട്സ്.